പാഠം 939 ചിറകുവച്ച ഭാവനകൾ. ചായ. ഇത്ര നേരം എവിടെയായിരുന്നു? ഒരു ചായ ചോദിച്ചിട്ട് നേരത്തിലായി. ഇത്ര മാത്രം ധൃതി പിടിക്കാനൊന്നുമില്ലല്ലോ മോനട്ടാ. എന്തായാലും അവധി ദിവസമാണ്. അപ്പൊ പിന്നെ 10 മിനിറ്റ് വൈകിന്ന് വെച്ചെന്താ? ആഫീസിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് 9 മണിക്ക് വായനശാലയിലെത്തണം. അവിടെ ഒരു ചർച്ചയുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മോഹനേട്ടന് വേറെ ഒരു പണിയില്ലേ? ഒരു ദിവസം അവധി കിട്ടുമ്പോ വീട്ടിലിരുന്ന് എന്നെ ഒന്ന് സഹായിക്കുന്നതിന് പകരം ഇങ്ങനെ നാട് നന്നാക്കാൻ പോണ്ട വല്ല കാര്യമുള്ളതാണോ? ഒരു സാധാ വക്കീലായ നിനക്കത് മനസ്സിലാവില്ല. നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അല്ലേലും മോഹനേട്ടനെ കൊണ്ട് നാട്ടുകാർക്ക് മാത്രമല്ല എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. എന്റെ വീതി അല്ലാണ്ട് ഇത് പറയാൻ. നീ ആ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താ? എന്ത് പറഞ്ഞത്? എന്നെ കൊണ്ടുള്ള ഉപകാരം നാട്ടുകാർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിലിത്ര മനസ്സിലാവാത്ത രീതിയിൽ എന്താണാവോ ഉള്ളത്? മോഹനേട്ടൻ രാവിലെ എഴുന്നേറ്റാൽ അപ്പം മുതൽ പത്രം വായിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മോഹനേട്ടൻ ആവശ്യമുള്ള എന്തെങ്കിലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുളിച്ച് വേഷം മാറി ഭക്ഷണം കഴിച്ച് വേഗം ഇങ്ങനെ സ്ഥലം വിടും. ഈ വീട്ടിലെ സകല ജോലി ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യാറുള്ളത്. ചെയ്തോളാം, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പുറകെ നടന്നിങ്ങനെ ചീത്ത വിളിച്ചാലോ? ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതിക്കൊണ്ടിരുന്നപ്പോ നീയാണ് എന്നെ വന്ന് ശല്യപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട കാര്യത്തിന്റെ വിശേഷം ഒന്ന് മോഹനേട്ടനോട് പറയണ്ട. മോഹനേട്ടനെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ഞാനും ചെയ്യുന്നു. സത്യത്തില് എന്റെയാണ് കുറച്ചുകൂടെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലി. മോഹനേട്ടന്റെ മേലുദ്യോഗസ്ഥൻ ഒരു തഹസിൽദാരാണ്. ഞാൻ പക്ഷെ കേസ് ബാധിക്കുന്നത് ജഡ്ജിമാരുടെയും മജിസ്ട്രേറ്റുമാരുടെയും മുന്നിൽ നിന്നുകൊണ്ടാണ്. നീ കേസ് വാദിക്കുന്നത് നിന്റെ കക്ഷികൾക്ക് വേണ്ടിയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഈ നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടിയാണ്. അപ്പോ എനിക്ക് നാട്ടുകാരോട് മുഴുവൻ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത്രയും ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുന്ന ഒരാൾക്ക് അല്പം വിശ്രമം കിട്ടുന്നത് വീട്ടിലുള്ള നേരത്ത് മാത്രമാണ്. ആ സമയത്തും എന്നെ വിശ്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മോഹനേട്ടനെക്കാട്ടിലും ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുന്ന പോലും വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കാറുണ്ട്. അവർക്കൊന്നും ഇപ്പൊ വിശ്രമിക്കണ്ടല്ലോ. അങ്ങനെ ഒരാളും ഇല്ല. അയ്യടാ, ഇല്ലെന്ന് മോഹനേട്ടൻ പറഞ്ഞാൽ മതിയോ? ഇന്നലെ എന്നെ കാണാൻ വന്ന പുരുഷോത്തമ സാറിന്റെ മോനോട് ഓർമ്മയുണ്ടല്ലോ. പുരുഷോത്തമ സാറ് DO ആണ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. അത്രയും തിരക്കുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ചെയ്തിരുന്നിട്ടും വീട്ടിലെ സകല കാര്യങ്ങളും അദ്ദേഹം ഭാര്യയെ സഹായിക്കുന്നുണ്ട്. ആ ഇന്നലെ പുരുഷോത്തമ സാറ് പറഞ്ഞാലും മോഹനേട്ടൻ കേട്ടോ? സത്യം പറഞ്ഞ സാറ് പറയുന്നെല്ലാം കേട്ടപ്പോ എന്റെ ഈ അവസ്ഥ ഓർത്ത് എനിക്കാകെ നാണക്കേടായി പോയി. സത്യം പറയാലോ, കേസ് സത്യഭാമ ഏറ്റു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സമാധാനമായി. ഈ നാട്ടിൽ ഇത്രയും വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ വേറെ ഏത് വക്കീലാ ഉള്ളത്? ഇക്കാലത്ത് സ്ത്രീകളൊക്കെ വക്കീലായി ശോഭിക്കാൻ കുറച്ച് പാടുപെടണം. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ കേസിന്റെ കാര്യം നോക്കുന്നത് ചെറിയ കാര്യമാണോ? പിന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. മോഹനേഷൻ അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, ഞാനും അങ്ങനെയാ. വീട്ടിലെ എല്ലാ ജോലിയും ഞാനും ചെയ്യും. ഷീല ഇതുവരെ വീടിന്റെ മുറ്റം അടിച്ചിട്ടില്ല. അതെന്റെ ജോലിയാ. പിന്നെ അടുക്കള കാര്യം, അവൾ അടുക്കളയിൽ കയറുമ്പോ ഞാനും കൂടും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് ഞാൻ കൂടെ നടക്കുന്നത് അവൾക്കും ഇഷ്ടമാണ്. അവൾക്കും ജോലിയുണ്ട്. അവളും സമ്പാദിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയല്ലേ? അപ്പോ അവളുടെ കഷ്ടപ്പാടുകളിൽ ഞാനും സഹായിക്കണ്ടേ? അതല്ലേ സ്നേഹം? അതാണ് സ്നേഹം. പിന്നെ വല്ല പെങ്കോത്തിനാവ എന്നെ കിട്ടില്ല. ആണുങ്ങൾ ചെയ്യേണ്ട ജോലി ആണുങ്ങൾ ചെയ്യണം, പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾ.
അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഈ വീട്ടിലെ ഓരോരോ ജോലികൾ ചെയ്യണമെന്നാണോ? എല്ലാ ജോലിയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യാലോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഉഫ്. എനിക്ക് ചെയ്യാവുന്ന ഒരു ജോലി ഇവിടെ ഇല്ല. അത് ജോലി ചെയ്യാൻ സൗകര്യം ഇല്ലാത്തോണ്ട് മോനറി പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. അടുക്കള കയറി ചോറും കറിയും വെക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ല. അതിന് കുറച്ച് പരിചയമൊക്കെ വേണം. ബാക്കിയുള്ള സകല ജോലികൾ മോനിട്ടറിന് ചെയ്യാവുന്നതല്ലേ. ഉദാഹരണത്തിന് രാവിലെ മുറ്റമടിക്കാൻ ഞാൻ തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? കൊള്ളാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇനി മുറ്റവും കൂടി അടിക്കണമെന്നാണ് നീ പറയുന്നത്. എന്താണ് മുറ്റം ഒന്ന് അടിച്ചാല്? ഞാൻ ഈ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. രാവിലെ ഒരു ചൂലുമായി ഞാൻ മുറ്റത്തൂടെ നടക്കുന്ന കണ്ട നാട്ടുകാർ വിചാരിക്കും. കണ്ടല്ല എന്താണ് മോനട്ടാ, മുറ്റടിക്കുന്ന ഒരു നാണക്കട പരിപാടിയാണോ? DO പുരുഷോത്തം സാർ ഇന്നലെ പറഞ്ഞ മോനട്ട കേട്ടായിരുന്നല്ലോ. സാറിന്റെ വീടിന്റെ മുറ്റം മുഴുവൻ സാർ തന്നെയാണ് അടിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് സാറിന്റെ ഭാര്യ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. പുരുഷോത്തമ സാറിനെ കാണാൻ പലരും ആ വീട് ചെന്നിട്ടുണ്ടാവില്ലേ? അവരെല്ലാം സാർ ഇങ്ങനെ മുറ്റം അടിച്ചോണ്ടിരിക്കുന്നത് കാണുകയും ചെയ്യും. അതിലൊരു നാണക്കേട് സാറിന് തോന്നില്ലല്ലോ. എന്റെ മോഹനട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദിവസം സ്വപ്നത്തിലല്ലാതെ ഉണ്ടാവോ? ആഹാ മോനട്ടാ, അമ്മേ പത്രം വന്ന് നടക്കുന്ന കണ്ടില്ലായിരുന്നോ? വായിക്കുന്നില്ലേ? ഈ ജോലി അങ്ങ് തീർത്താ സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാമല്ലോ. ബാക്കി ഞാൻ ചെയ്തോളാം. മോന്റെ പോയിട്ട് പത്രം വായിക്കാം. ഇതാ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് മാഞ്ഞു പോലല്ലോ ഭാമേ, എപ്പോഴായാലും വായിക്കാമല്ലോ. എന്തായാലും ഇത് ഞാൻ ചെയ്തോളാം. നിനക്ക് 100 കൂട്ടം ജോലി ബാക്കിയുള്ളതല്ലേ. മോള് വേറെ ശരി. എന്റെ മോഹനേട്ടനെ പോലൊരു നല്ല ഭർത്താവ് ഈ ലോകത്ത് വേറെ കാണില്ല. എന്റെ ഭാഗ്യമാണ് ഭാഗ്യം. ശ്ശോ, അത് ഞാൻ കൊണ്ടേ കളയാൻ മോനട്ടാ. ഞാൻ മുറ്റടിച്ച എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് പരസ്യമായി മുറ്റം അടിക്കണം. അപ്പോ വഴിയിലൂടെ പോകുന്നവർ അത് കാണുന്നു. അപ്പോ പറയും, അയ്യേ മോനടി സാറിന്റെ വീട്ടിൽ മുറ്റടിക്കണം മോനടി സാറാണ്. സാറിന്റെ ഭാര്യ സാറിന് പേടിയായതുകൊണ്ടാണ് സാർ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ നിനക്ക് ആളാകാമല്ലോ. എന്തിനാ മോഹനേട്ടൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നത്? ശരി, മുറ്റമടിച്ച് നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരനാവണ്ട. നാട്ടുകാർ കാണാത്ത ജോലികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടുക്കളയെ മോഹനേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടുകാർ ഒന്നും പറയാൻ പോകുന്നില്ല. എന്നിട്ട് അതെന്താ ചെയ്യാത്തെ? അടുക്കള ചോറും കറിയും വെക്കുന്ന മാത്രമല്ലല്ലോ ജോലിയായിട്ടുള്ളത്, വേറെ എന്തൊക്കെ പണികളുണ്ട്. സ്നേഹമുള്ള ഭർത്താക്കന്മാര് മുഴുവൻ നേരം ഭാര്യയുടെ കൂടെ അടുക്കളയിൽ വന്ന് നിൽക്കും. അല്ല, പുരുഷോത്തം സാർ ഇന്നലെ പറഞ്ഞത് മോഹനേട്ടൻ കേട്ടായിരുന്നല്ലോ. രാവിലെ ഭാര്യ അടുക്കളയിൽ കയറുമ്പോ സാറും കൂടെ കൂടും. അടുക്കളയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ സഹായിച്ച് മുഴുവൻ നേരം അവിടെ തന്നെ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു സംഭവം ഈ വീടിന്റെ അടുക്കളയിൽ ഉണ്ടായിട്ട് മരിക്കണമെന്നുള്ള എന്റെ ഒരു ആഗ്രഹം നടക്കുമോ എന്തോ. ആഹാ, ഇത്ര പെട്ടെന്ന് പത്രം വായിച്ചു കഴിഞ്ഞോ? ചായ ഞാൻ ഇപ്പൊ എടുത്തു തരാമേ, ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, ചായ ഞാൻ എടുത്ത് കുടിച്ചോളാം. ഇനി അതിനും കൂടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. വലിയ ഉപകാരം എന്റെ മോനട്ടാ. എനിക്കാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ വക്കീൽ ഓഫീസിലെത്തണം. ഇനിയിപ്പോ കൊറേ തുണിയലൊക്കെ ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോവാൻ പറ്റും. എന്നിട്ടാണ് നീ പാത്രം കഴിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ. നീ മാറ്, നീ പോയി തുണിയലക്ക്. അപ്പോഴേക്ക് ഞാൻ ഈ പാത്രം എല്ലാം തേച്ചു വെക്കാം. മോനൊരു പ്രയാസാവോ? എനിക്ക് എന്ത് പ്രയാസം? നിനക്കൊരു പ്രയാസം ഉണ്ടാകാൻ നോക്കണം എന്നുള്ളതാണല്ലോ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ കഴിക്കോളാം. ശരി. ആഹാ, എത്ര നല്ല മനോഹരമായ കാഴ്ച. മോഹനേട്ടാ, അടുക്കളയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് തൊട്ടടുത്തുണ്ട് എന്നുള്ളത് ഭാര്യയ്ക്ക് ഇന്ന് മാത്രം സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയാമോ? നമ്മൾ എന്തേലുമൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ വിഷമോ നമ്മൾ അറിയില്ല. അങ്ങനെ അടുക്കള കയറി ചിരിച്ചു കളിച്ച് ജോലി ചെയ്താ
എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമോ? അടുക്കളയിൽ നടക്കുന്ന തീ കൊണ്ടുള്ള ഇടപാടുകളാ. വളരെ സൂക്ഷിക്കണം. അത് മാത്രമല്ല, കറികൾ ഉണ്ടാക്കുമ്പോൾ വെറുതെ വർത്താനം പറഞ്ഞ് ശ്രദ്ധ കളഞ്ഞാൽ കറികളിൽ ചേർക്കേണ്ട സാധനങ്ങളുടെ അളവ് മാറും, രുചി കുറയും. എന്തു വലിയ കണ്ടുപിടുത്തമാണ് നോക്കണേ. ഓ, ഒരു തോൽവി ഉണ്ടാകുമ്പോ പറഞ്ഞു ജയിക്കാൻ മോഹനേട്ടനെ കഴിഞ്ഞ് ഈ ലോകത്ത് വേറെ ആരുള്ളൂ. മോഹനേട്ട ദിവസം ഇട്ടുകൊണ്ട് പോകുന്ന ആ ഷർട്ട് മുണ്ടും കണ്ട് എത്ര പേര് നന്നായിട്ടുണ്ട് സാറേ, എന്തൊരു ഭംഗിയാണ് എന്ന് മോഹനേട്ടോട് പറയാറില്ലേ? അത് ഞാൻ അലക്കി തേച്ച് തരുന്നതാണല്ലോ എന്നോർത്ത് ഒരു ദിവസമെങ്കിലും മോഹനേട്ടൻ എന്നെ തുണി അലക്കാനൊന്ന് സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ മോഹനേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷമായേനെ. ആമേ, ഓ, നിന്നോട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് തുണി അലക്കുമ്പോ എന്നെ കൂടി വിളിക്കണമെന്ന്. 2 പേർ ചേർന്ന് ചെയ്താൽ എന്ത് എളുപ്പമായിരിക്കും. ഇതിപ്പോ എനിക്ക് ചെയ്യാൻ ജോലി ഇല്ലുള്ളൂ മോനട്ടാ. അങ്ങനെ പറയല്ലേ. നിന്റെ സാരിയും ചുരിദാറും ഒക്കെ നീ തന്നെയല്ലേ അലക്കുന്നത്. അതുപോലെ എന്റെ ഷർട്ടും മുണ്ടും ഞാൻ തന്നെ അലക്കുന്നതല്ലേ ഒരു മര്യാദ. ഒരു കാര്യം ചെയ്യ്, ഇത് ഞാൻ അലക്കാം. അലക്കിയത് കൊണ്ട് അയൽ വിരിക്കുന്നത് നീ. എങ്ങനെയുണ്ട്? എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഒരു രസം. ഇങ്ങനെ മോഹനേട്ടൻ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്തുമാത്രം ഉണ്ട്. പക്ഷെ മോഹനേട്ടൻ ചെയ്യൂല. അങ്ങനെ ഒരു സഹായം ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്താൽ അത് നാണക്കേടാണ് എന്നാണല്ലോ മോഹനേട്ടൻ ധാരണ. പുരുഷോത്തമ സാറിനെ പോലുള്ളവർ അങ്ങനെയല്ല. അവർക്ക് ഭാര്യയോട് സ്നേഹമാണ്, സ്നേഹം. അവിടെ എന്താ ഇതുവരെ ഷർട്ട് മുണ്ട് തയ്ക്കായിരുന്നേ? എനിക്ക് 9 മണിയാകുമ്പോ വായനശാല പോള. നാട്ടുകാരെ നന്നാക്കാൻ പോണതല്ലേ, നാട്ടുകാരെ ആരെങ്കിലും പിടിച്ചങ്ങ് തേപ്പിച്ചാ മതി. ഞാൻ തേച്ചെന്നിട്ട് ഇന്ന് മോഹനേട്ടൻ ഈ ഷർട്ട് മുണ്ടിട്ടുകൊണ്ട് വായശാല പോകും. പേടിപ്പിക്കാണോ? അതെ, ഞാൻ ഇന്ന് മോഹനേട്ടനെ ഷർട്ട് മുണ്ട് തേച്ചേരുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല. ആദ്യം ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കൂ, ബാക്കിയെല്ലാം അത് കഴിഞ്ഞ്. വേറെ ഒന്നും വേണ്ട, പുരുഷോത്തമ സാറിനൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ പെരുമാറാൻ മോഹനേട്ടൻ തയ്യാറായി കഴിയുമ്പോൾ ഷർട്ട് മുണ്ട് ഞാൻ തേച്ചേരും. വായനശാല പോണല്ലോ, തേക്കാതെ വേറെ വഴിയില്ലല്ലോ. നമസ്കാരം ഡോക്കിലെ. ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി പാഞ്ഞു വരികയായിരുന്നു. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്തോ വല്ല കേസിന്റെ കാര്യമാണോ? കേസിന്റെ കാര്യത്തിനല്ലാതെ ഞാൻ വക്കീലിനെ കാണാൻ വരുമോ? നമ്മുടെ പുരുഷോത്തമ സാറിന്റെ കേസൊക്കെ വായിക്കുന്ന വക്കീലാണല്ലോ. കൊള്ള ആണോന്നോ? ഇന്നലെ കൂടെ പുരുഷോത്തമ സാർ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. അക്കാര്യം പറഞ്ഞ് ഞാനും മോഹനേട്ടൻ കൂടി ഒരു വഴക്കിപ്പോ കഴിഞ്ഞതേ ഉള്ളൂ. വഴക്ക? എന്തു പറയാനോ ഉത്തമ, ഇവിടുത്തെ സാറിന്റെ സ്വഭാവം ഉത്തമൻ അറിയാലോ. ഒരു കാര്യത്തിനും മോഹനേട്ടനെ സഹായിക്കില്ല. ഞാൻ ഇവിടുത്തെ വീട്ടു ജോലിക്കാരിയാണെന്നാണല്ലോ മോഹനേട്ടന്റെ ധാരണ. മോഹനേട്ടൻ വലിയ വില്ലേജ് ഓഫീസറും. പക്ഷെ അതിനേക്കാട്ടിലൊക്കെ വലിയ ഓഫീസറല്ല ഈ പുരുഷോത്തമ സാറ്. അങ്ങേരുടെ ഭാര്യയുടെ പെരുമാറുന്നൊന്ന് കാണണം ഉത്തമ. വക്കീല് തമാശ പറയടാ. ഇത് തമാശ ഒരു തമാശയല്ല. അങ്ങേരെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടോ ഉത്തമ? ആണുങ്ങളായാൽ അങ്ങനെ വേണം. വക്കീലെ, ഞാൻ ഇപ്പൊ വന്നതേ പുരുഷോത്തമ സാറിന്റെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം പറയാനാണ്. ജാമ്യത്തിലോ? പുരുഷോത്തമ സാറിന്റെ ഭാര്യ അങ്ങേർക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു. ആന്ന് ഇന്നലെ വൈകിട്ടാണ് സംഭവം. ഷീല ടീച്ചർ നേരെ CA ഓഫീസിൽ ചെന്നിട്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ട് അവരവിടെ വീട്ടിൽ പോയി. പുരുഷോത്തമ സാറേ വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് എടുത്തയാടി ഒന്നും ചെയ്യാതെ CI പത്രോസ് സാറ് സംഭവത്തെ പറ്റി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അയൽക്കാർക്കൊക്കെ സംഗതിയുടെ സത്യാവസ്ഥ അറിയാം. പുറമേ മാന്യനാണെന്നുണ്ടെങ്കിലും പുരുഷോത്തമ സാറിന് ഭാര്യ ഭയങ്കര സംശയമാണ്. ഷീല ടീച്ചർ ഏതെങ്കിലും ആണുങ്ങളോട് മിണ്ടിയ അന്ന് വീട്ടിൽ ബഹളോ വഴക്കും. അതുകൊണ്ട് അയൽവക്കത്തെ ആണുങ്ങളൊന്നും ഷീല ടീച്ചറിനെ വഴിയെ കണ്ടാ പോലും മിണ്ടൂല. ഇന്നലെ ടീച്ചറിന്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു സാറിനോട് സ്കൂളിന്റെ മുമ്പിലെ റോഡിൽ വെച്ച് ഷീല ടീച്ചർ എന്തോ സംസാരിക്കുന്നത് കണ്ടു എന്നും പറഞ്ഞ്
പുരുഷോത്തമ സാർ ഇനി പറയാനൊന്നും ബാക്കിയില്ല. പുരുഷോത്തമ സാറിനെ പോലുള്ളവർ അങ്ങനെയല്ല. അവർക്ക് ഭാര്യയോട് സ്നേഹമാണ്, സ്നേഹം. ഹലോ, അതെ. ആ സത്യപാല, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ വക്കീൽ ഓഫീസിൽ കണ്ടതേ ഇല്ലല്ലോ. കൊള്ളാം, നല്ല കക്ഷി തന്നെ. ഇങ്ങനെയാണ് കേസുകൾ ഒരുപാട് കിട്ടിയത് തന്നെ. ഇന്ന് വരുമോ? എന്റെ സത്യപാല, ഇങ്ങനെ നിസാര കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കോടതി വരാതിരുന്നില്ല എങ്ങനെയാണ്? എന്താ പറട്ടാ? ഈ സത്യപാലനാരാ? എന്റെ ഭർത്താവോ? കുറെ നാളായി ക്ഷമിക്കുന്നു. എപ്പോഴും സത്യപാലന്റെ കാര്യം സാധാരണ വക്കീലിന്റെ കാര്യം മാത്രം. ആണുങ്ങളുമായുള്ള ഇടപാടുകൾ വേണ്ട വേണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വക്കീലല്ലേ? അവിടെ മേലിൽ സത്യപാലനോട് സംസാരിക്കാൻ പാടില്ല. ആണുങ്ങളായിട്ടുള്ള കക്ഷികളും വേണ്ട. ഏതെങ്കിലും പെണ്ണുങ്ങൾ കേസുമായി വന്നാൽ മാത്രം വാദിച്ചാൽ മതി. മനസ്സിലായല്ലോ? വക്കീലേ, വക്കീലേ, എന്ത് ആലോചിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. ആ പിന്നെ വൈകുന്നേരത്തെ വഴക്കും കഴിഞ്ഞ് പുരുഷോത്തമ സാർ പുറത്തു പോയിട്ട് ഒരു കുപ്പി ബ്രാൻഡി വാങ്ങിച്ചോണ്ട് വന്നു. അതും കുടിച്ചിട്ട് വീട്ടിൽ അലമ്പും തുടങ്ങി. ഇത് വീട്ടിൽ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് നാട്ടുകാരും തിരിഞ്ഞു നോക്കിയില്ല. പുരുഷോത്തമ സാർ ഷീല ടീച്ചറിനെ തല്ലിയെന്ന് ഇല്ല എന്ന് 2 പക്ഷം ഉണ്ട്. സത്യം ആർക്കും അറിയില്ലല്ലോ. വേറെ ഒന്നും വേണ്ട, പുരുഷോത്തമ സാറിനെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. നീ ഒന്നും പറയണ്ട. ആണുങ്ങളുമായുള്ള ഇടപാട് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നീ അത് സമ്മതിച്ചെനിക്ക് വാക്ക് തന്നതാ. ഇന്ന് വക്കീലാഫീസിനെ കാണാൻ വന്ന മുഴുവൻ ആണുങ്ങളായിരുന്നു. മോനേട്ടാ, അതെന്റെ ജോലിയല്ലേ. അത്ര ജോലി വേണ്ട. നിന്റെ വക്കീലാഫീസിനെ പിറകെ ഒളിച്ച് കണ്ടു. നിന്നോട് ചിരിച്ചു കളിച്ച് സംസാരിച്ചു കൊടുത്തല്ലേ? അവനെ പുറത്തിട്ടപ്പോ 2 പൊട്ടിച്ചേ. മേലെ നീ ഒരു കേസും വായിക്കരുത്. ഈ വീടിന്റെ പുറത്തിറങ്ങിയ ആടിച്ചിട്ട് അടപ്പില്ല ധരിപ്പിക്കും. ആളുകളെ കൊണ്ട് വക്കീലേ, വക്കീലേ, ഞാൻ ഇത്ര നേരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വക്കീല് കേൾക്കുന്നുണ്ടാ? എന്തായാലും ഒരു 7 മണിയായപ്പോ ഷീല ടീച്ചർ സിഐക്ക് പരാതി കൊടുത്തു. അന്വേഷിച്ച കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇന്ന് രാവിലെ ഒരു 6-6:30 മണിയായപ്പോ പോലീസുകാർ വന്ന് പുരുഷോത്തമ സാറിനെ മൂടോടെ എടുത്തോണ്ട് പോയി. ജാമ്യം എടുക്കാൻ എന്ത് ചെയ്യണം? അതിനാണ് ഞാൻ പാഞ്ഞു പിടിച്ച് വന്നത്. ആ കിട്ടുമല്ലേ? കിട്ടിയത് തന്നെ. കിട്ടൂലേ? എനിക്കറിഞ്ഞൂടാ. ഈ കേസ് വാദിക്കണമെങ്കിൽ ഉത്തമം വേറെ വക്കീലിനെ അന്വേഷിച്ചു. ഭാര്യ തരുന്ന ആളുകളുടെ കേസുകൾ വാദിക്കണം. പുരുഷോത്തമ സാറിന്റെ എല്ലാ കേസും വക്കീലല്ലേ വാദിക്കുന്നില്ല. ഇതെന്ത് പാടപ്പാ? ഇതെന്തായി കാണിച്ചിരിക്കുന്നേ? ഇങ്ങനെയാണോ ഷർട്ട് മുടി തേക്കുന്നേ? എനിക്കെങ്ങനെ അറിയൂ? ഇങ്ങനെ തേച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ കളിയാക്കി ചിരിക്കൂല്ലേ മോനേട്ടാ? എന്നെ നാട്ടുകാരെ കളിയാക്കാൻ നിനക്കെന്താ? എന്നെ എങ്ങനെയാലും നാണം കെടുത്താന്നുള്ളതാണല്ലോ നിന്റെ ഉദ്ദേശം. അങ്ങനെ മോനേട്ട തോന്നുന്നുണ്ടോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് ചുളിവുള്ള ഷർട്ടും കൊണ്ടുപോയിട്ട് മോഹനേട്ടൻ ഒരിക്കലെങ്കിലും ആഫീസിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഞാനത് മോഹനേട്ടനെ പേടിച്ച് ചെയ്തിരുന്നൊന്നുമല്ല. എന്റെ മോഹനേട്ടൻ നല്ല അന്തസ്സായി മറ്റുള്ളവരും എല്ലാ ആളായി നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ. പിന്നെ ചിലപ്പോ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ളപ്പോ പോലും മോഹനേട്ടൻ എന്നെ സഹായിക്കുന്നില്ലെന്നുള്ള വിഷമം കൊണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അതത്രല്ലേ ഉള്ളൂ. നിനക്ക് അടുക്കള ഒരുപാട് ജോലി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊന്നും സഹായിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ലേ. അതൊക്കെ പഠിക്കാൻ വലിയ പ്രയാസം ഇല്ല മോഹനേട്ടാ. വേണമെന്നുള്ളൊരാഗ്രഹം മോഹനേട്ടൻ ഉണ്ടായാൽ മതി. ഞാൻ ശ്രമിക്കാം. പുരുഷോത്തമ സാറിനെ പോലെ നിന്നെ സഹായിച്ചിട്ട് എന്നെ കാര്യം. വേണ്ട. ഒരു വീട്ടുകാര്യത്തിലും എന്നെ സഹായിക്കാതെ വലിയ ആളായി മോഹനേട്ടൻ നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ മുഷ്കു കാണിക്കുമ്പോഴും പിന്നെയും പിന്നെയും ഞാൻ മോഹനേട്ടൻ ക്ഷമിക്കുന്ന എന്തുകൊണ്ടാ? മറ്റാർക്കും ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ എന്റെ മോഹനേട്ടൻ ഉള്ളതുകൊണ്ട്.
മോഹനേട്ടന് ദുശീലങ്ങളില്ല, മോഹനേട്ടന് സത്യസന്ധനാണ്. എന്നോട് എത്ര വഴക്കുണ്ടാക്കിയാലും എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെട്ട പ്രശ്നം ഉണ്ടാക്കാറില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങള്. അതൊക്കെ ഞാൻ കണ്ടില്ല നടിക്കുന്നത് ശരിയാണോ? എനിക്കൊരു വലിയ തെറ്റുപറ്റിപ്പോയി. മറ്റൊരാളെ കണ്ടുപിടിക്കാൻ മോഹനേട്ടനോട് പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാ. അങ്ങനെ ആരും ആരോടും പറയരുത്. വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ മോഹനേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഇഷ്ടമാവുമായിരുന്നു. അതുകൊണ്ട് മോഹനകൃഷ്ണൻ മോഹനകൃഷ്ണനായും സത്യഭാമ സത്യഭാമയായിട്ടും തന്നെ ഇരുന്നാ മതി. നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലേ? ഒരിക്കലുമില്ല. ഭർത്താവ് തന്നെ സ്നേഹിക്കണമെന്ന് ഭാര്യ വാശി പിടിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഭർത്താവിനോട് വേറൊരാളെ പോലെ ആവാൻ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഭാമയ്ക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.